പശ്ചിമേഷ്യയിൽ സംഘർഷം കടുക്കുമ്പോൾ ഇറാന്റെ സൈനിക ആണവശേഷികൾ തകർത്തെന്ന ട്രംപിന്റെ വാദം തള്ളി US പ്രതിരോധ വകുപ്പിന്റെ ഡിഫൻസ് ഇന്റലിജൻസ് ഏജൻസിയുടെ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്തും ഇറാൻ ദുർബലമായെന്ന അവകാശവാദങ്ങൾ ആവർത്തിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള രഹസ്യാന്വേഷണ വിലയിരുത്തലുകൾ വരുന്നത്. ഇറാന് ഇനിയൊരിക്കലും തിരിച്ചു കയറാനാകാത്ത ആഘാതം സൃഷ്ടിച്ചുവെന്നും അവർ സൈനിക ശേഷി തകർന്നവരാണെന്നും ട്രംപ് ഭരണകൂടത്തിന്റെ അവകാശവാദമാണ് പുറത്തുവന്നത്. എന്നാൽ ആയിരക്കണക്കിന് മിസൈലുകളും ഡ്രോണുകളും ഉൾപ്പെടെ ഗണ്യമായ സൈനിക ശേഷി ഇറാൻ ഭരണകൂടം നിലനിർത്തുന്നുവെന്ന് പെന്റഗണിന്റെ ആഭ്യന്തര രഹസ്യാന്വേഷണ ഏജൻസിയാണ് അറിയിച്ചതെന്ന് CNBC ആണ് റിപ്പോർട്ട് ചെയ്തത്. ഇറാനിയൻ സായുധ സേന ശക്തമായ ഒരു പ്രാദേശിക ശക്തിയായി തുടരുന്നുവെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ആണവ കേന്ദ്രങ്ങളിലുണ്ടായ ആക്രമണം ഏതാനും മാസത്തെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തും. എന്നാൽ ആണവശേഷി പൂർണ്ണമായും ഇല്ലാതാക്കിയിട്ടില്ല. 60% മിസൈൽ ലോഞ്ചറുകളും 40% ഡ്രോണുകളും ഇറാന്റെ കൈവശം ഇപ്പോഴുമുണ്ട്. ഭൂഗർഭ മിസൈൽ സിറ്റികൾ തുണയായി എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഈ ആഭ്യന്തര ഇന്റലിജൻസ് വിലയിരുത്തലിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ട്രംപ് വെടിനിർത്തൽ കരാർ നീട്ടിയതെന്നും NBC ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ചർച്ചകൾക്ക് മധ്യസ്ഥം വഹിക്കുന്ന പാകിസ്ഥാന്റെ അഭ്യർത്ഥന മാനിച്ചാണ് വെടിനിർത്തൽ നീട്ടുന്നതെന്നായിരുന്നു ട്രംപ് കഴിഞ്ഞ ദിവസങ്ങളിൽ അറിയിച്ചിരുന്നത്. വെടിനിർത്തൽ നീട്ടാൻ തങ്ങൾ അഭ്യർത്ഥിച്ചിട്ടില്ല എന്നാണ് ഇറാൻ പറയുന്നത്. ഏത് ഭീഷണികൾക്കും ശത്രുതാപരമായ നടപടികൾക്കും നിർണായകമായും ഉടനടിയും പ്രതികരിക്കാൻ തങ്ങൾ സജ്ജമാണെന്നും ഇറാൻ സായുധ സേനയും അറിയിച്ചിട്ടുണ്ട്. അതിനിടെ ചൊവ്വാഴ്ച രാത്രി ടെഹ്റാനിൽ നടന്ന റാലിക്കിടെ ബലിസ്റ്റിക് മിസൈൽ പ്രദർശനവും ഇറാൻ നടത്തിയതായി റിപ്പോർട്ടുകളുണ്ട്. 2 ആഴ്ചത്തെ വെടിനിർത്തൽ കാലാവധി തീരുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപാണ് തലസ്ഥാനത്തിന്റെ ഹൃദയഭാഗത്തുള്ള സ്ക്വയറിൽ വൻ ജനക്കൂട്ടം ഇതിനായി സംഘടിച്ചത്. ചൊവ്വാഴ്ച മറ്റ് നഗരങ്ങളിലെ റാലികളിലും റോക്കറ്റുകൾ പ്രദർശിപ്പിച്ചതായി ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ നേതൃത്വത്തിൽ US സംഘം ചർച്ചയ്ക്കായി ചൊവ്വാഴ്ചയാണ് പാകിസ്ഥാന്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ എത്തേണ്ടിയിരുന്നത്. എന്നാൽ എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറാക്കിയിരുന്നുവെങ്കിലും ഇറാനിയൻ തുറമുഖങ്ങളിലെ US ഉപരോധം വിലങ്ങുതടിയായി തന്നെ തുടർന്നു. യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തണമെന്നതടക്കമുള്ള US ഡിമാൻഡുകളും അസ്വീകാര്യമാണെന്ന് അറിയിച്ച ഇറാൻ ചർച്ച ബഹിഷ്കരിക്കുകയായിരുന്നു. ഇതോടെ വാൻസിന്റെ പാകിസ്ഥാൻ യാത്രയും റദ്ദാക്കപ്പെട്ടു. സമാധാന കരാറിനുള്ള തങ്ങളുടെ നിർദ്ദേശങ്ങൾ ഇറാൻ മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിക്കുന്നതനുസരിച്ചായിരിക്കും ഇനി ചർച്ചകളുടെ ഭാവി എന്നാണ് വിലയിരുത്തൽ. തങ്ങൾക്ക് മേലുള്ള നാവിക ഉപരോധം US പിൻവലിക്കണമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടുവെങ്കിലും അന്തിമ കരാറിലെത്തും വരെ അത് സാധ്യമല്ല എന്നും US വ്യക്തമാക്കിയിട്ടുണ്ട്. ഹോർമസ് കടലിടുക്കിലൂടെ മറ്റു കപ്പലുകളെ ഇറാനും കടത്തിവിടുന്നില്ല. ആഗോളതലത്തിൽ വിലക്കയറ്റവും ഊർജ്ജക്ഷാമവും അടക്കം രൂക്ഷമായേക്കുമെന്നാണ് ആശങ്ക ഉയരുന്നത്. അതേസമയം ചർച്ചയുടെ പേരിൽ ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖാലിബാഹും റവല്യൂഷണറി ഗാർഡും തമ്മിൽ ഭിന്നതയുണ്ടെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. ഖാലിബാഹ് നയതന്ത്ര നീക്കത്തെ പിന്തുണയ്ക്കുന്നു. എന്നാൽ വെടിനിർത്തൽ USന്റെ തന്ത്രമാണെന്നും അപ്രതീക്ഷിത ആക്രമണത്തിനുള്ള മുന്നൊരുക്കം ഇതിനിടയിൽ അവർ നടത്തുന്നുവെന്നുമാണ് റവല്യൂഷണറി ഗാർഡ് കമാൻഡർമാർ പ്രധാനമായും ആരോപിക്കുന്നത്. യുറേനിയം സമ്പുഷ്ടീകരണമാണ് ചർച്ചയ്ക്ക് തടസ്സമായ മറ്റൊരു പ്രധാന ഘടകം. സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം പൂർണ്ണമായും ഇല്ലാതാക്കുകയോ മറ്റൊരു രാജ്യത്തേക്ക് മാറ്റുകയോ വേണമെന്ന അമേരിക്കയുടെ ആവശ്യത്തോട് ഇറാൻ കടുത്ത എതിർപ്പാണ് പ്രകടിപ്പിച്ചത്. കുറച്ചു വർഷത്തേക്ക് സമ്പുഷ്ടീകരണം നിർത്തിവെക്കാൻ തയ്യാറാണ്. എന്നാൽ ചർച്ചയ്ക്ക് മുന്നേ നാവിക ഉപരോധം നീക്കി മരവിപ്പിച്ച ആസ്തികൾ വിട്ടു നൽകണമെന്നാണ് ഇറാന്റെ പ്രധാനമായ ആവശ്യം. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.